എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സിറ്റിസൺഷിപ്പിനെ കുറിച്ച് എല്ലാ രാജ്യങ്ങളിലും തന്നെ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ സൈൻ ചെയ്തിട്ടുള്ളത് അവിടെ ജനിക്കുന്ന കുട്ടികൾക്കുള്ള പൗരത്വങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അധികമായി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ക്രിമിനൽ പ്രശ്നങ്ങളിൽ നിന്നും മറ്റും പ്രശ്നങ്ങളിലെ പെട്ടിട്ടുള്ള ആളുകൾ രാജ്യങ്ങളിലേക്ക് വന്നുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവും അതുകൂടാതെ ജനസംഖ്യയുടെ വർധനവും കാരണം പല രാജ്യങ്ങളും ഇപ്പോൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതെല്ലാം കർശനമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ UK-യിലും ഇപ്പോൾ പൗരത്വ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സർക്കാർ. ഫെബ്രുവരി 10, 2025 ഹോം ഓഫീസ് ഒരു ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ പൗരത്വം നൽകുന്നതിന് നല്ല സ്വഭാവം ഉള്ള ഒരാളാണോ എന്ന് എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം ഭേദഗതി ചെയ്തിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 10 പ്രസിദ്ധീകരിച്ച മുൻ മാർഗനിർദ്ദേശത്തിൻ്റെ പുതിയ മാർഗനിർദ്ദേശത്തിൻ്റെയും താരതമ്യം ഇവിടെ ലഭ്യമാക്കുകയാണ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ച അല്ലെങ്കിൽ അവിടെ എത്തിയ ആളുകളെയാണ് പ്രധാന മാറ്റം ബാധിക്കുന്നത്. 2025 ഫെബ്രുവരി 10 മുതൽ സ്വദേശവൽക്കരണത്തിന് അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും അവർ UK-യിൽ അനധികൃതമായി പ്രവേശിക്കുകയോ അവിടെ എത്തുകയോ ചെയ്താൽ എത്രയൊക്കെ മുമ്പ് ഇത് സംഭവിച്ചു സാധാരണയായി അവരുടെ അപേക്ഷ നിരസിക്കപ്പെടും. മുമ്പത്തെ നല്ല സ്വഭാവ നയം പ്രകാരം ജൂൺ 22 മുതൽ നിയമാനുസൃതമായ താമസവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ പ്രവേശനവും മറ്റ് ഇമിഗ്രേഷൻ ലംഘനങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സ്വദേശിവൽക്കരണ അപേക്ഷ പരിഗണിക്കുമ്പോൾ ഹോം ഓഫീസിന് അവഗണിക്കാവുന്നതാണ്. അവിടെ വ്യക്തിക്ക് അനിശ്ചിതകാല അവധി അനുവദിച്ചിരുന്നു. കൂടാതെ പീഡനത്തെ തുടർന്ന് ഓടിപ്പോയ സ്ഥലത്ത് നിന്ന് ആ വ്യക്തി നേരിട്ട് വന്നതായി കണക്കാക്കുന്ന അനധികൃത പ്രവേശനത്തെ അവഗണിക്കുന്നത് ഹോം ഓഫീസിൻ്റെ പതിവായിരുന്നു. ഇത് അഭയാർത്ഥി കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ 31 പ്രതിഫലിപ്പിക്കുന്നു. അത് കുടിയേറ്റം ലംഘിച്ചതിന് അഭയാർത്ഥികളെ ശിക്ഷിക്കേണ്ടതില്ലെന്നും പറയുന്നു. അവർ പീഡനം ഭയക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നേരിട്ട് വന്ന നിയമങ്ങളാണിത്. ഭേദഗതി ചെയ്ത മാർഗനിർദ്ദേശത്തിൽ ആർട്ടിക്കിൾ 31 പരാമർശിക്കുന്നില്ല. അഭയാർത്ഥി കൺവെൻഷൻ്റെ ആർട്ടിക്കിൾ 34 പരാമർശിക്കുന്നതുമില്ല. അത് കഴിയുന്നത്രയും അഭയാർത്ഥികളെ സ്വാംശീകരിക്കുന്നതിനുള്ള സ്വഭാവമാക്കുന്നതിനും പ്രസ്താവിക്കുന്നു. 2025 ഫെബ്രുവരി 10 അതിനുശേഷമോ ആളുകൾ നിയമവിരുദ്ധമായി പ്രവേശിക്കുകയോ എത്തിച്ചേരുകയോ ചെയ്താൽ നിർബന്ധിതവും ലഘൂകരിക്കുന്നതുമായ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അവർ നിരസിക്കപ്പെടുമെന്നാണ് അനുമാനം എന്ന് സർക്കാർ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നും പറഞ്ഞിരിക്കുന്നു. ഈ നയം നിങ്ങളെ ബാധിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് നോക്കാം. 2025 ഫെബ്രുവരി 10 പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശം നിയമവിരുദ്ധമാണെന്ന് നല്ല വാദങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ജുഡീഷ്യൽ അവലോകന വെല്ലുവിളികളെക്കുറിച്ച് ഞങ്ങൾ ആളുകളുമായി ചർച്ച ചെയ്യുകയാണ്. ജനങ്ങളുമായി ഇത് അനൗപചാരികമായി ചർച്ച ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് public@wilsonllp.co.uk എന്ന ഇമെയിലിൽ വിലാസം നൽകാവുന്നതാണ്. പ്രകൃതിവൽക്കരണ അപേക്ഷകൾക്കും ആളുകളെ ഉപദേശിക്കാനും സഹായിക്കാനും ഞങ്ങളുടെ ഇമിഗ്രേഷൻ ടീമിന് കഴിയും. നിങ്ങൾ നിയമവിരുദ്ധമായാണ് പ്രവേശിച്ചതെങ്കിൽ പോലും ഈ പുതിയ നിയമം നിങ്ങൾക്ക് ബാധകമല്ലെന്ന് വാദിക്കാൻ കഴിഞ്ഞേക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ കുട്ടിയായിരിക്കുകയാണ് എത്തിയതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ UK-യിലേക്ക് എങ്ങനെ യാത്ര ചെയ്തു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോയ്സ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നിയമവിരുദ്ധമായി UK-യിൽ എത്തിയിട്ടും നല്ല സ്വഭാവ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് നിങ്ങളെ പരിഗണിക്കേണ്ടതിൻ്റെ കാരണങ്ങളുണ്ടെങ്കിൽ ഒരു നാച്ചുറലൈസേഷൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഉപദേശത്തെയും സഹായത്തെയും കുറിച്ച് ഞങ്ങളുടെ ഇമിഗ്രേഷൻ ടീമുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് immigration@wilsonllp.co.uk എന്ന ഇമെയിൽ വിലാസത്തിൽ നൽകാവുന്നതാണ്. നിങ്ങളുടെ അപേക്ഷകൾ ഈ മെയിൽ ID-യിൽ ഇതിൽ അയക്കുകയാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇതുപോലെ പല രീതിയിലുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ഇന്ന് UK-യിലും മറ്റു പല രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെയുള്ള പ്രശ്നങ്ങൾ ഇനി എന്തെല്ലാം വരുമെന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കി തന്നെ കാണണം. എങ്കിൽ കൂടി എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മളുടെ ലോകത്ത് കണ്ടുവരുന്ന പല ആളുകളും
എല്ലാവരും തന്നെ അനധികൃതമായി കുടിയേറ്റക്കാരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ പല ആൾക്കാരും പഠനത്തിനായും മറ്റാവശ്യങ്ങൾക്കായും രാജ്യങ്ങളിൽ വന്ന് അവരുടെ വിസ കാലാവധി കഴിഞ്ഞ് നീട്ടാൻ അല്ലെങ്കിൽ വിസ സ്പോൺസർഷിപ്പ് ലഭിക്കാതെ പല ആളുകളും ബുദ്ധിമുട്ടുന്നതിൻ്റെ ഭാഗമായി അവരെ കണക്കെടുക്കുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരായി കാണുകയും അവരുടെ നഷ്ടങ്ങൾ വലുതാണെന്നുള്ളതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അത്രയും കഷ്ടപ്പെട്ട് നാടുകളിൽ നിന്നും ലോണും മറ്റു സാഹചര്യങ്ങൾ വീടും എല്ലാം പണയപ്പെടുത്തി ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനുശേഷം അവർക്ക് ഒരു സ്പോൺസർഷിപ്പ് ലഭിക്കാതെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും അതോടൊപ്പം ഇവരൊരു ഇമിഗ്രേഷൻ്റെ ഭാഗമായി ഇവരെല്ലാവരും ഇല്ലീഗൽ മൈഗ്രൻ്റായി മാറുകയും ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ വലുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാറ്റങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.